മനുഷ്യൻ കടലിനടിയിലൊക്കെ പോകുന്ന ഒരു എങ്ങനെയാണെന്നുള്ളത് അതിൻ്റെ ഓക്സിജനും മറ്റ് സിലിണ്ടറുകളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളൊരു ഇതാണ്. ഏവർക്കും നമസ്കാരം. നമ്മളിപ്പോൾ എത്തിയിട്ടുള്ളത് ആലപ്പുഴ ബീച്ചിലാണ്. 10 കോടി രൂപ ചിലവിൽ മറൈൻ വേൾഡ് ഒരുക്കുന്ന ഡബിൾ ഡെക്കർ അക്രലിക് അണ്ടർ വാട്ടർ ടണൽ അക്വേറിയത്തിൻ്റെ കാഴ്ചകളാണ്. അതിന് ഭയങ്കരമാണ് ഇവിടെ കടലിന് കാവലായ കടലമ്മയുടെ കൊട്ടാരത്തിൻ്റെ വർണ്ണവിസ്മയ കാഴ്ചകൾ കാണുവാൻ നമുക്ക് ബീച്ചിലേക്ക് പ്രവേശിക്കാം. ടിക്കറ്റ് എടുത്തിരിക്കുകയാണ്. ഇനി അകത്തേക്കുള്ള പ്രവേശനമാണ്. ഉള്ളിലേക്ക് പോവുകയാണ്. എല്ലാവരും ഒന്ന് ചൂടായതുകൊണ്ട് അവിടെ കൂളാക്കുകയാണ്. ആദ്യമായിട്ട് കാണുന്നത് സെൽഫി സ്റ്റിക്കാണ്. ഇപ്പോൾ എല്ലാ ഉത്സവപ്പറമ്പിലൊക്കെ ഉള്ള സെൽഫി സ്റ്റിക്ക്. പിന്നെ വേണ്ട നമ്മുടെ APJ അബ്ദുൽ കലാം സാറിൻ്റെ സ്റ്റാച്യു ഉണ്ട്. പിന്നെ അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളാണ് ഇവിടെ. സ്പേസ് റിസർച്ചിൻ്റെ ഒരു സാധനം ഇവിടെ വെച്ചാൽ റോക്കറ്റ് ഇവിടെ വെച്ചിട്ടുണ്ട്. സംഭവം നമ്മൾ ഉദ്ദേശിച്ചമാരില്ല. അക്വേറിയം മാത്രമല്ല, കുറേ ഇൻഫർമേഷൻ ഇതിൽ നിന്ന് കിട്ടുന്നു. അതുപോലെ അബ്ദുൽ കലാമിൻ്റെ വീണ്ടും ഒരു സ്റ്റാച്യു ഇവിടെ കാണാം. അല്ല, ഇവിടെ അടിപൊളിയാണല്ലോ സംഭവം. നമ്മൾ ഉദ്ദേശിച്ച മാതിരിയല്ല, ഹൈഫൈ ആണല്ലോ ഇവിടെ. സെറ്റപ്പാണ് ഇവിടെ കാര്യങ്ങളൊക്കെ. നല്ല കൂളിങ്ങിന് നല്ല ഫാൻ വെച്ചിട്ടുണ്ട്. ആന കരയുന്നുണ്ട്. ഒരു മനുഷ്യൻ കടലിനടിയിലൊക്കെ പോകുന്ന ഒരു എങ്ങനെയാണെന്നുള്ളത് അതിൻ്റെ ഓക്സിജനും മറ്റ് സിലിണ്ടറുകളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളൊരു ഇതാണ്. ഓക്സിജൻ സിലിണ്ടറൊക്കെ ബാക്കി വെച്ചിട്ടുണ്ട്. ബാക്കിയുള്ള എക്യുപ്മെൻറ്റ്സ് ഒക്കെ വെച്ചിട്ടാണ് ഈ പരിപാടി. സിലിണ്ടറൊക്കെ ബാക്കി വെച്ചിട്ടുണ്ട്. ബാക്കിയുള്ള എക്യുപ്മെൻറ്റ്സ് ഒക്കെ വെച്ചിട്ടാണ് ഈ പരിപാടി. നല്ല തിരക്കാണ്. ഇത് സൺഡേ ആണ്, അതുകൊണ്ട് തന്നെ ഫാമിലി എല്ലാം ഒത്തിരി വരുന്നുണ്ട്. സ്കൂളുകൾക്കൊക്കെ ഇവിടെ ഒരു ഡിസ്കൗണ്ട് സ്കൂളുകൾക്കൊക്കെ കൊടുക്കുന്നുണ്ട്. അതിലെല്ലാം മൊബൈലിൽ പടമെടുക്കുന്ന കാഴ്ചകളാണ് കൂടുതലും കാണുന്നത്. എല്ലാം എടുത്തോ? പേരെന്തോ? എവിടെ വീട്? ആലപ്പുഴ തന്നെ. എങ്ങനെയുണ്ട് ഇത് സംഭവം? അടിപൊളിയാണ്. ബോഗി ഒരു കമ്പാർട്ട്മെൻ്റ് ആണെന്ന് തോന്നുന്നു. ഇഷ്ടംപോലെ മത്സ്യങ്ങളുണ്ട്. ഒരു യു ഷേപ്പിൽ സെറ്റ് ചെയ്തിരിക്കുകയാണ്. യു ഷേപ്പിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇതിനകത്ത് മൊത്തം ആൾക്കാർ ഇടിച്ചിരിക്കുകയാണ്. നല്ല കൂളുണ്ട്. AC ഒക്കെ വെച്ചിട്ടുണ്ട്. AC ഒക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ നല്ല കൂളുണ്ട്.
ആക്രമിക്കുന്ന ഒരു രംഗമാണ്. അതുകൊണ്ട് എത്ര മീനുകളാണ് ആക്രമിക്കുന്നത്. ഒരു മീൻ ചാവുന്ന ഒരവസ്ഥയിൽ ഇങ്ങനെ കിടക്കുന്നത്. ഈ ഗോൾഡൻ ഫിഷുകളുടെ ചെറിയ ഫിഷുകൾ ഒരു 10,000 ഫിഷ് കാണും അതിനകത്ത്. മീൻ പിടിക്കൂ സമ്മാനം നേടും. പ്രായപരിധി 10 വയസ്സിന് താഴെ. മീൻ പിടിച്ചാൽ സമ്മാനം കിട്ടും. ഇവിടെ 10 വയസ്സ് താഴെയുള്ളവർക്കേ ഉള്ളൂ. അതെ, ഇതൊക്കെ ഇട്ടിട്ടുണ്ട്. ഇതിനകത്ത് ഇറങ്ങി കുറേ മീനുകളുണ്ട്. അതിനകത്ത് മീൻ പിടിച്ചു കഴിഞ്ഞാൽ 10 വയസ്സുള്ള പിള്ളേരൊക്കെ ഉണ്ട് മീൻ പിടിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പിടിച്ചു കഴിഞ്ഞാൽ സമ്മാനമുണ്ട്.